പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുടുംബശ്രീ ജില്ലാ മിഷന് കീഴിൽ ജോലി നേടാൻ ഉദ്യോഗാർത്ഥികൾക്ക് അവസരം. കുടുംബശ്രീക്ക് കീഴിൽ വന്നിട്ടുള്ള ഏറ്റവും പുതിയ ജോലി ഒഴിവുകളെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. വിവിധ വിദ്യാഭ്യാസ യോഗ്യത പറഞ്ഞിട്ടുള്ളതും എക്സ്പീരിയൻസ് ആവശ്യമില്ലാത്തതുമായ തസ്തികകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. നമുക്കിതിനെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ അറിയാം. അതിനു മുമ്പായി ഈ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഇനിയും ഇതുപോലുള്ള ജോലി സംബന്ധമായ വിവരങ്ങൾ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അതുപോലെ തന്നെ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി ഒഴിവുള്ള തസ്തികകൾ ഏതൊക്കെയെന്നും അപേക്ഷിക്കാനുള്ള യോഗ്യത, പ്രായപരിധി, ശമ്പളം, അപേക്ഷിക്കാനുള്ള അവസാന തീയതി, അപേക്ഷിക്കേണ്ടതെങ്ങനെ തുടങ്ങിയ വിവരങ്ങൾ വിശദമായി അറിയാം. കുടുംബശ്രീ ജില്ലാ മിഷന് കീഴിൽ തൃശൂർ ജില്ലയിൽ കുടുംബശ്രീ മുഖേന നടപ്പിലാക്കി വരുന്ന വിവിധ പദ്ധതികൾ ബ്ലോക്ക് തലത്തിൽ നിർവഹിക്കുന്നതിനായി ബ്ലോക്ക് കോർഡിനേറ്റർമാരുടെ ഒഴിവുകളിലേക്കുള്ള നിയമനത്തിനായാണ് യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. ബ്ലോക്ക് കോർഡിനേറ്റർ തസ്തികയിൽ 2 കാറ്റഗറികളിലായാണ് വേക്കൻസികൾ വന്നിട്ടുള്ളത്. ആദ്യത്തെ തസ്തികയുടെ കോഡ് നമ്പർ BC1, കോർഡിനേറ്റർ നോൺ ഫാം ലൈവ്ലിഹുഡ്, ബ്ലോക്ക് കോർഡിനേറ്റർ SISD DDUGKY. ഈ തസ്തികയിൽ 4 വേക്കൻസികളാണുള്ളത്. അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യത ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദാനന്തര ബിരുദം മാത്രമാണ്. അതുപോലെ തന്നെ കുടുംബശ്രീ അംഗമോ കുടുംബാംഗമോ ഓക്സിലറി അംഗമോ ആയിരിക്കണം. അടുത്ത തസ്തികയുടെ കോഡ് നമ്പർ BC2, ബ്ലോക്ക് കോർഡിനേറ്റർ ഫാം ലൈവ്ലിഹുഡ്. ഈ തസ്തികയിൽ 1 വേക്കൻസിയാണ് ഉള്ളത്. അപേക്ഷിക്കാനുള്ള വിദ്യാഭ്യാസ യോഗ്യത VHSC അഗ്രികൾച്ചർ മാത്രമാണ്. അതുപോലെ തന്നെ കുടുംബശ്രീ അംഗമോ കുടുംബാംഗമോ ഓക്സിലറി അംഗമോ ആയിരിക്കണം. ഈ പറഞ്ഞ 2 കോഡ് നമ്പറിലുള്ള തസ്തികകളിലേക്കും അപേക്ഷിക്കാനുള്ള ഉയർന്ന പ്രായപരിധി 35 വയസ്സ് വരെയാണ്. 31/1/2026 അടിസ്ഥാനമാക്കിയാണ് പ്രായപരിധി കണക്കാക്കുന്നത്. അതുപോലെ തന്നെ ഈ തസ്തികകളിലേക്ക് സെലക്ട് ചെയ്യപ്പെടുന്നവർക്ക് ലഭിക്കുന്ന പ്രതിമാസ ശമ്പളം 20,000 രൂപ വീതമാണ്. 1 വർഷത്തേക്ക് കരാറടിസ്ഥാനത്തിലായിരിക്കും സെലക്ട് ചെയ്യപ്പെടുന്നവരെ നിയമിക്കുന്നത്. അതുപോലെ തന്നെ സെലക്ട് ചെയ്യുന്നത് എഴുത്തു പരീക്ഷയുടെയും ഇന്റർവ്യൂവിന്റെയും വെയിറ്റേജിന്റെയും അടിസ്ഥാനത്തിലായിരിക്കും. അപേക്ഷിക്കുന്ന ബ്ലോക്കിലെ സ്ഥിരതാമസക്കാർ, തൊട്ടടുത്ത ബ്ലോക്കിൽ താമസിക്കുന്നവർ, ജില്ലയിൽ താമസിക്കുന്നവർ എന്നിവർക്കും മുൻഗണന ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ബന്ധപ്പെട്ട മേഖലയിൽ പ്രവൃത്തി പരിചയമുള്ളവർക്കും മുൻഗണന നൽകുന്നതായിരിക്കുമെന്നും ഒഴിവുകളുടെ എണ്ണത്തിൽ മാറ്റമുണ്ടായേക്കാമെന്നും വിജ്ഞാപനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി 2026 മെയ് 18 വൈകിട്ട് 5 മണി വരെയാണ്. ഓഫ്ലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷാ ഫോം കുടുംബശ്രീ ജില്ലാ മിഷൻ ഓഫീസിൽ നിന്ന് നേരിട്ടോ www.kudumbasri.org എന്ന വെബ്സൈറ്റിൽ നിന്നോ ലഭിക്കുന്നതാണ്. കൂടാതെ പരീക്ഷാ ഫീസായി ഡിസ്ട്രിക്ട് മിഷൻ കോർഡിനേറ്റർ കുടുംബശ്രീ തൃശൂർ എന്ന പേരിൽ മാറാവുന്ന 200 രൂപയുടെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. പൂരിപ്പിച്ച അപേക്ഷയ്ക്കൊപ്പം വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, ഫോട്ടോ അടങ്ങിയ അഡ്രസ് പ്രൂഫ് എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും അയൽക്കൂട്ടാംഗമോ കുടുംബാംഗമോ ഓക്സിലറി ഗ്രൂപ്പ് അംഗമോ ആണെന്നതിനും വെയിറ്റേജ് മാർക്കിന് അർഹതപ്പെട്ടതാണെന്നതിനും CDSന്റെ സാക്ഷ്യപത്രവും ഡിമാൻഡ് ഡ്രാഫ്റ്റും ഉള്ളടക്കം ചെയ്യേണ്ടതാണ്. അപേക്ഷ അയക്കേണ്ട വിലാസം: കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ, കുടുംബശ്രീ, 2ാം നില, സിവിൽ സ്റ്റേഷൻ, അയ്യന്തോൾ, തൃശൂർ 680003. അതുപോലെ തന്നെ അപേക്ഷ സമർപ്പിക്കുന്ന കവറിന് മുകളിൽ കുടുംബശ്രീ BC1 അല്ലെങ്കിൽ BC2 ഒഴിവിലേക്കുള്ള അപേക്ഷ എന്ന് വ്യക്തമായി രേഖപ്പെടുത്തേണ്ടതാണ്. കൂടാതെ ഓരോ കോഡിലുമുള്ള തസ്തികകൾക്ക് പ്രത്യേകം അപേക്ഷ സമർപ്പിക്കേണ്ടതാണെന്നും വിജ്ഞാപനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ തസ്തികകളിലേക്ക് ഉദ്യോഗാർത്ഥികളെ സെലക്ട് ചെയ്യുന്നതിനായുള്ള എഴുത്തു പരീക്ഷ നടത്തപ്പെടുന്നത് 2026 മെയ് 24-നാണ്. ഇതുപോലുള്ള പരീക്ഷകൾക്കും കേരള PSCയുടെ വിവിധ തസ്തികകളിലെ മത്സര പരീക്ഷകൾക്കും തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രിപ്പയർ ചെയ്യാൻ ഉപകരിക്കുന്ന ബുക്സ് ഈ വീഡിയോടൊപ്പം ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായി പർച്ചേസ് ചെയ്യാവുന്നതാണ്. താല്പര്യമുള്ള യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. 2026 മെയ് 18 വൈകിട്ട് 5 മണിക്ക് മുമ്പായി തന്നെ അപേക്ഷ സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക. വീഡിയോ ഉപകാരപ്രദമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.